Hey my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. A letter from your future self. നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫിൽ നിന്നും നിങ്ങൾക്കുള്ളൊരു കത്താണ്. എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫിൽ നിന്നും നിങ്ങൾക്കുള്ള മെസ്സേജ് ഓർ മെസ്സേജ് ഫ്രം യുവർ ഹയർ സെൽഫ്? എന്താണ് നിങ്ങൾ ഈ സമയം കേൾക്കേണ്ടത്? ഓക്കെ, നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫിൽ നിന്നും നിങ്ങൾക്കുള്ള മെസ്സേജ്, നിങ്ങൾ എന്തോ ഒരു ദൂരയാത്ര നടത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിന്റെ ഒരു ജേർണി ആയിരിക്കാം, അല്ലെങ്കിൽ ഈ സമയം നിങ്ങൾ എന്തോ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി വരേണ്ടതായിട്ടുണ്ട്. ഇതിനുള്ള അവസരം അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. പക്ഷെ എന്തോ ഒരു കാര്യം നിങ്ങൾ വേറെന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ പിടിച്ചു നിൽക്കുന്നതായിരിക്കാം, വേറെന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നതായിരിക്കാം, നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യുന്നതായിരിക്കാം, വെയിറ്റ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കുള്ള മെസ്സേജ്, നിങ്ങളൊരു ലോങ് ജേർണിയുടെ ഭാഗമായിട്ട് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ വേണ്ട അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഉണ്ട്. സോ എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് ടൈം അല്ലെങ്കിൽ നിങ്ങളുടെ എഫേർട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അവിടുന്ന് പ്രത്യേകിച്ച് യാതൊരു ഗുണമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ വേണ്ടിയിട്ട് നിൽക്കാതിരിക്കാം. വേറെന്തെങ്കിലും ഈ സമയത്ത് വേറെ എന്തെങ്കിലും അവസരം നിങ്ങൾക്കുണ്ടെങ്കിൽ, കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് സന്തോഷം തരുത്തുന്ന വേറെന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം ഈ സമയം ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ ചില അവസരങ്ങളുണ്ട്, ചില റൈറ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളത് കാണുന്നില്ല, കണക്ട് ചെയ്യുന്നില്ല, കാരണം നിങ്ങളുടെ ചില ആളുകളുടെ ഫോക്കസ് റോങ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നിങ്ങൾ ഒന്ന് ജസ്റ്റ് നോക്കുക, നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്, നിങ്ങൾ എന്തിലാണ് ഈ ഒരു സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് ഹെൽത്തി ആണോ, ജസ്റ്റ് നിങ്ങളുടെ ഒരു ഫീലിങ്സ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ചിന്തിക്കുന്നത്, അത് നിങ്ങൾക്ക് ഹെൽത്തി ആണോ എന്നുള്ളത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ലൈഫിൽ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്, ഈ സമയം നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ കാത്തിരിക്കുന്നത്, അത് വന്നാൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിൽ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, കാരണം ചില ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ചില കാത്തിരിപ്പ് ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫിൽ വന്നാലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല, നിങ്ങൾക്ക് നല്ലതായിക്കൊള്ളണമെന്നില്ല, നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് ഉള്ള ഒരു കാര്യം ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, സോ ബെറ്റർ ആയിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് ഇസ് ആക്ച്വലി വെയിറ്റിംഗ് ഫോർ യു, ബിക്കോസ് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് ഓൾറെഡി ഡിലേ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. കാരണം നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, റൈറ്റ് ആയിട്ടുള്ള ആളുകളെ നിങ്ങൾ കണക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പുതിയ കാര്യത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നില്ല. ഓക്കെ, ലെറ്റ്സ് സീ എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫിൽ നിന്നും നിങ്ങൾക്കുള്ള മെസ്സേജ്. നിങ്ങൾ അവസരങ്ങൾ യൂസ് ചെയ്യാനാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് ഈ ഒരു സമയം കൺഫേം ചെയ്യുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ റൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുക. കാരണം നിങ്ങൾ വേണ്ട രീതിയിൽ ചില കാര്യങ്ങൾ ട്രീറ്റ് ചെയ്യുന്നില്ല. ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, പക്ഷെ അതൊന്നും നല്ലതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. ഓക്കെ, അത് സ്നേഹമായിരിക്കാം, റൈറ്റ് ആയിട്ടുള്ള അവസരമായിരിക്കാം, റൈറ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. കാരണം നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ വീണ്ടും 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 ഹേർട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം. മേ ബി നിങ്ങളുടെ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ്, പാസ്റ്റ് ട്രോമ വെച്ചിട്ട് നിങ്ങൾ വീണ്ടും നിങ്ങളെ തന്നെ ഹേർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. വീണ്ടും നിങ്ങൾ വിഷമിപ്പിക്കുന്ന കാര്യത്തിലേക്ക് തന്നെ നിങ്ങൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കാം. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈഫിൽ ഓൾറെഡി ഉണ്ടാവുന്നുണ്ട്. അത് ഒരുപാട് സമയം എടുത്തിട്ടൊന്നും സംഭവിക്കുന്നതല്ല. നിങ്ങളൊന്ന് കണ്ണ് തുറന്ന് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ചുറ്റിലും ഉണ്ടാവുന്ന കാര്യമാണ്, നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു കാര്യമാണ്. ഓൾറൈറ്റ്, സ്പെഷ്യലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് സ്നേഹം കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു കാത്തിരിപ്പോ വെയിറ്റോ വിഷമുണ്ടാക്കുന്ന കാര്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ടൈം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റിലും ആരെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടായിരിക്കണം, അല്ലെ? സോ അതിലേക്ക് നിങ്ങൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുക. അത് നിങ്ങളുടെ പാരന്റ്സ് ആയിരിക്കാം, നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകളായിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം. ഓക്കെ, ഒരാള് നിങ്ങളെ റൈറ്റ് ആയിട്ട് സ്നേഹിച്ചിട്ടില്ല, ഒരാളും നിങ്ങളെ റൈറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അടഞ്ഞിട്ടുള്ള ഡോറിൽ പോയിട്ട് നിങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് വെയിറ്റ് ചെയ്യാതിരിക്കുക. അത് നിങ്ങളുടെ അടുത്തേക്ക് വന്നാലും നിങ്ങൾക്ക് നല്ലൊരു ബെനിഫിറ്റ്സ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അറ്റ്ലീസ്റ്റ് ഈ ഒരു സമയത്തേക്ക് നിങ്ങൾ ആ ഒരു സ്നേഹം നിങ്ങൾ കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ മേലെയും സ്നേഹമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുള്ളൂ, നിങ്ങൾക്ക് നിങ്ങളെയും സ്നേഹിക്കാൻ സാധിക്കുന്നുള്ളൂ. സോ കുറച്ചുകൂടെ സെൽഫ് കെയർ ചെയ്യുക, റൈറ്റ് ആയിട്ടുള്ള സ്നേഹം എന്താന്നുള്ളത് മനസ്സിലാക്കാം. കാരണം ഈ സമയം നിങ്ങൾ ആളുകളെ കൊണ്ടും സ്നേഹം കൊണ്ടും ഇമോഷൻസ് കൊണ്ടും എക്സാക്ട്ലി നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്. സോ നിങ്ങൾ റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ ഹേർട്ട് ചെയ്യാൻ, നിങ്ങളെ തന്നെ ഇല്ലാതാക്കുന്ന കാര്യങ്ങളായിരിക്കാം ഈ ഒരു സമയത്ത് എൻഗേജ്ഡ് ആയിട്ടുണ്ടായിരിക്കുക ചില ആളുകൾ. അത് നിങ്ങളുടെ ഓവർ തിങ്കിങ് ആയിരിക്കാം, നിങ്ങളുടെ ഒരു പാസ്റ്റ് സിറ്റുവേഷനിൽ നിങ്ങൾ എപ്പോഴും സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നതായിരിക്കാം, ആൻഡ് വിത്ത് റോങ് പീപ്പിൾ.
റോങ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നുണ്ട്. റോങ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യം എന്താന്നുള്ളത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. സോ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് നിങ്ങൾ നിൽക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സും ശരീരമൊക്കെ നിങ്ങൾ ഫ്രഷ് ആയിട്ട് വെക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ എന്തെങ്കിലും കൈൻഡ് ഓഫ് ട്രയാങ്കിൾ റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒരേ സമയം നിങ്ങൾ 2 പാർട്ട്നേഴ്സിനെ ഡീൽ ചെയ്യുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വ്യക്തിയെ നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബി കെയർഫുൾ. ഓക്കെ, കാരണം റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് ഇസ് ആക്ച്വലി വെയിറ്റിംഗ് ഫോർ യു. അതാണ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കിട്ടുന്ന ഒരു മെസ്സേജ്. നിങ്ങൾ ഒരുപാട് ദൂരത്തേക്ക് എത്തേണ്ടതായിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് നിങ്ങളെ ഹീൽ ചെയ്യാൻ. റിലേറ്റഡ്, ഓക്കെ, ഇത് ഒരുപാട് ആളുകൾക്കുള്ള ഒരു മെസ്സേജ് ആണ്. വിഷമം ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന പാസ്റ്റ് ഉണ്ടായിരിക്കണം, പക്ഷേ അത് നമ്മൾ ഹീൽ ചെയ്യാൻ, സ്വയം ഹീൽ ചെയ്യാനും സ്വയം ഹെൽപ്പ് ചെയ്യാനും എക്സ്പീരിയൻസ് നിന്ന് പഠിക്കാനും ചില ആളുകളുടെ ആക്ഷനും സിറ്റുവേഷനും പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഈ ഒരു സമയം നിങ്ങൾ എന്തൊക്കെയോ കാര്യത്തിൽ സേഫ് ആയിട്ടുള്ള ബൗണ്ടറി വെക്കണം. നിങ്ങൾ ക്വാളിറ്റി ഉള്ള കാര്യത്തിലേക്ക്, ആൻഡ് അഗെയിൻ നിങ്ങൾ നിങ്ങളുടെ ഒരു സെൽഫായിട്ട് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഒരു ഹയർ സെൽഫ്, നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ സെൽഫായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളിൽ മാത്രം ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ ഒരു നല്ലൊരു ഹാബിറ്റ് കൊണ്ടുവരിക, അത് എസ്പെഷ്യലി ആളുകളായിട്ട്. കാരണം നിങ്ങൾ എനർജറ്റിക്കലി ഒരുപാട് ഡ്രെയിൻഡ് ആവുന്നുണ്ട്. അത് നിങ്ങൾക്ക് റൈറ്റ് അല്ലാത്ത ആളുകളുടെ അടുത്ത് നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. എസ്പെഷ്യലി റൊമാൻറ്റിക് സിറ്റുവേഷനിൽ വരുന്ന സമയത്ത്, ഓക്കെ, ഒരു ഫിസിക്കൽ ഇന്റൻഷൻ വെച്ചിട്ടോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പേഴ്സണോ റിലേഷൻഷിപ്പോ ആയിരിക്കാം, പക്ഷെ അതിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് നിങ്ങളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് മേ ബി റിലേഷൻഷിപ്പ് കൊണ്ട് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. മേ ബി അത് നിങ്ങളുടെ ഒരു റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കില്ല. ഓക്കെ, കാരണം ചില പ്ലേസിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആക്കുന്നുണ്ട്, നിങ്ങൾ ഇല്ലാതാക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. റിലേറ്റ് വിത്ത് യുവർ സിറ്റുവേഷൻ ആൻഡ് മനസ്സിലാക്കുക, ഐ എം നോട്ട് ഹിയർ ടു മേക്ക് യു ഹാപ്പി വിത്ത് മൈ റീഡിങ്. വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ റീഡ് ചെയ്യുന്നത്. ഇത് ചില ആളുകൾക്കുള്ള, അറ്റ്ലീസ്റ്റ് ചില ആളുകൾക്കുള്ള മെസ്സേജ് ആണ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാം. കാരണം ഈ ഒരു മെസ്സേജ് ആണ് ഞാൻ എക്സാക്ട്ലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾ എവിടേക്ക് ഒരു സേഫ് ബൗണ്ടറി വെക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് വെളിച്ചം വരണം. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിലുള്ളത് കാണാൻ, റൈറ്റ് ആയിട്ടുള്ള അവസരങ്ങൾ കാണാൻ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ക്ലെൻസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഓൾറെഡി ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്. കാരണം നിങ്ങൾ ചില പ്ലേസിലൊക്കെ ഒരു സേഫ് ബൗണ്ടറി വെക്കുന്നുണ്ട്. ഓക്കെ, സോ ചില സിറ്റുവേഷനൊക്കെ നിങ്ങളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ നിങ്ങളൊരു റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ലൈഫ് ഉണ്ട്. നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് അവസരമില്ല, നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നില്ല എന്ന് വിചാരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി അത് നിങ്ങളുടെ ചുറ്റിലും ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് അത് റൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. സോ എല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ കാര്യങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ഒരു പാത്തിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്താണ്. നിങ്ങൾ നിങ്ങളുടെ ഒരു ട്രാക്കിലേക്ക് വരുന്ന സമയത്താണ്. എന്ത് കാര്യത്തിലേക്ക് നിങ്ങൾ വന്നോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യം നിങ്ങൾ ചെയ്തോളൂ. പക്ഷെ അങ്ങനെ പോകുന്നത് നിങ്ങളുടെ ഒരു ട്രാക്ക് മാറ്റുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് അല്ലാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ പോവാതിരിക്കാം. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ഇൻവോൾവ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടപ്പെടുന്ന കാര്യത്തിലേക്ക് കഴിയുന്നത് നിങ്ങൾ പോവാതിരിക്കുക. കാരണം നിങ്ങൾ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ, അല്ലെങ്കിൽ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നത് എന്താണോ, അത് നിങ്ങൾ ചിലത് കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു മാഗ്നറ്റ് പോലെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ പല കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നിങ്ങളുടെ പ്ലേസിലില്ല. നിങ്ങളുടെ ശരീരം ഒരു പ്ലേസിലും മനസ്സ് വേറൊരു സ്ഥലത്തും ഉള്ളതുപോലെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിൽക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ കണക്ട് വിത്ത് യുവർ ഹയർ സെൽഫ്. ഓൾറൈറ്റ്, കുറച്ചുകൂടെ ഇൻഡിപെൻഡന്റ് ആവുക. നിങ്ങൾ ഇമോഷണലി ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ സെൽഫ് കെയർ ചെയ്യുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടെ ഇൻഡിപെൻഡന്റ് ആവാം. അതാണ് നിങ്ങളുടെ ലൈഫ് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. അതാണ് നിങ്ങൾ ആ ഒരു ട്രാക്കിലേക്ക് കണക്ട് ചെയ്യുന്നത്. അതാണ് നിങ്ങൾ കൂടുതൽ സക്സസ്ഫുൾ ആക്കുന്നത്. ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഓൾറൈറ്റ്, ഓർ നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളൊരു റൈറ്റ് സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്താണ് നിങ്ങൾ ആളുകളെ നോട്ടീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വിന്നിംഗ് പോയിന്റിലേക്ക് നിങ്ങൾ വരികയാണ്. അതാണ് നിങ്ങളുടെ ഒരു ഹയർ സെൽഫ് ഓർ നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് ഡെസ്പറേറ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. ഓക്കെ, സോ കാരണം നിങ്ങൾക്ക് മറ്റുള്ള ആളുകളോ മറ്റുള്ള സിറ്റുവേഷനോ അല്ല നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. നിങ്ങളുടെ തന്നെ ചില തോട്ട്സും നിങ്ങൾക്ക് കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും. നിങ്ങൾക്ക് അറിയാം ചില കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, പക്ഷെ നിങ്ങൾ വീണ്ടും വീണ്ടും ചില റീഅഷ്യൂറൻസിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം.
ഓക്കെ. സോ ചില സത്യങ്ങൾ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കണം, എസ്പെഷ്യലി നിങ്ങൾ ഇമോഷണൽ സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്ടത്തിന്റെ മേലെ നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് കാര്യത്തിലേക്ക് വന്നെത്തേണ്ടതായിട്ടുണ്ട്. ഓൾറൈറ്റ്. സോ അത് എന്ത് സിറ്റുവേഷനായി, ഇപ്പൊ എന്താണോ നിങ്ങൾ ഒരുപാട് ബോധർ ചെയ്യുന്നത്, എന്തെങ്കിലും കാര്യം, എല്ലാവർക്കും റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ എന്ന് മാത്രം എന്നുള്ളതല്ല, ഈ സമയം നിങ്ങൾ എന്താണ് ഒരുപാട് നിങ്ങൾ ബോധർ ചെയ്യുന്നത്, അത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് എടുക്കാൻ പറ്റാത്ത ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്യൂച്ചറുമായി ബന്ധമില്ലാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ, പ്ലീസ് ഗൈസ് കുറച്ച് സമയത്തേക്ക് സെൽഫ് ഫോക്കസ് ചെയ്യേണ്ട ഒരു ടൈമാണ്. ഓക്കെ, എക്സാക്ട്ലി. ഓൾറൈറ്റ്. സോ ജേർണൽ എഴുതുന്നതൊക്കെ ഈ സമയം നിങ്ങൾക്ക് നല്ലതായിരിക്കാം. കുറച്ചുകൂടി നിങ്ങളുടെ എയിം ഫോക്കസ് ചെയ്യാം. കാരണം നിങ്ങൾ ഒരുപാട് മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്, കുറച്ച് ഡിലേ ആയിട്ടുണ്ട് നിങ്ങളുടെ ഒരു ജേർണി. ഓക്കെ, കാരണം നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളുടെ ലെസൺസ് നിങ്ങൾ റൈറ്റ് ആയിട്ട് ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കണം, പക്ഷെ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം. ഓർ നിങ്ങൾക്ക് നിങ്ങളുടെ മേലുള്ള ഒരു കോൺഫിഡൻസ് മേ ബി കുറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഓക്കെ, എസ്പെഷ്യലി പുറമേ നിന്നുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത്. ഓക്കെ, സോ നിങ്ങൾ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ആളുകൾ എന്നുള്ളതല്ല, പക്ഷെ നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ്, നിങ്ങളുടെ ട്രോമ, ഓർ നിങ്ങൾ മറ്റുള്ള ആളുകൾ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്, ആ ഒരു രീതിയൊക്കെ വെച്ചിട്ട് അതിലൊക്കെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് നിങ്ങളുടെ മേലെ തന്നെ ഇല്ലാതായിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സോ ആരെങ്കിലും വന്നാലേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള ചില വിശ്വാസങ്ങളോ അല്ലെങ്കിൽ എന്നുള്ള ചില തോന്നലുകളോ നിങ്ങൾക്ക് ഉണ്ടാവുകയാണ്. പക്ഷെ ഇങ്ങനെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ളതായിരിക്കണം എന്നില്ല, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ അറിയാം അത് നിങ്ങളുടെ ഫ്യൂച്ചർ അല്ല. ഫ്യൂച്ചർ സെൽഫ് ഈ ഒരു സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് അല്ലാത്തൊരു സാധനങ്ങൾ നിങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ഒരു ബേർഡൻ, അനാവശ്യമായിട്ടുള്ള ഒരു പ്രഷറാണ് നിങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, ഓർ ഇറ്റ്സ് ഓക്കെ, ലൈക്ക് നിങ്ങൾക്ക് തോന്നാണ് ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നോട്ട് വരേണ്ടതായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഇത് നിങ്ങളുടേതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിനവിടെ വിട്ടേക്കാം. നിങ്ങൾക്ക് ഇപ്പൊ എടുത്തു കൊണ്ടുവരാൻ പറ്റാത്ത എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും, ഈ സമയത്ത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റാത്ത എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ഇപ്പൊ അതിനവിടെ വിട്ടേക്കാം. നിങ്ങൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ആ ഒരു ഈസിനെസ് കൊടുക്കാം. ഓക്കെ, മുന്നോട്ട് പോകാനുള്ള അല്ലെങ്കിൽ ആ ഒരു ഫ്ലോയിലേക്ക് വരാനുള്ള ഒരു ഈസിനെസ് മെന്റലി, ഫിസിക്കലി, ഇമോഷണലി നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കാം. ഓൾറൈറ്റ്. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താണോ ഇപ്പൊ പിടിച്ചു കൊണ്ടുവരാൻ നോക്കുന്നത് അത് നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് നിങ്ങളുടെ കൂടെ തന്നെ വരും. നിങ്ങളുടെ വഴിയിൽ കൂടെ വരേണ്ട ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത്രമാത്രം നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, ചില ആളുകൾ റൈറ്റ് ആയിട്ട് നിങ്ങളെ ഇൻറ്റ്യൂട്ടീവ്ലി കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയാണ് അത് നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതാണ് നിങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ അതായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, നിങ്ങൾ ഇതിൽ ഒരുപാട് സങ്കടപ്പെട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. ഓക്കെ, കാരണം നിങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്തെ എന്തെങ്കിലുമൊക്കെ അനക്കങ്ങൾ അതിനും ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ റൈറ്റ് ആയിരുന്നോ എന്നുള്ളത്. സോ ഇപ്പൊ എടുത്തു കൊണ്ടുപോകാൻ പറ്റാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനവിടെ വിട്ടിട്ട് വേറെ എന്ത് അവസരങ്ങളാണോ നിങ്ങൾക്കുള്ളത് അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക, മുന്നോട്ട് വരിക. കാരണം നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് നിങ്ങൾ ഈഗർലി വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, കാരണം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ റൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ഈ ഒരു സമയത്ത് ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുന്നത്, ആ ഒരു സമയത്താണ് ഇൻസ്റ്റന്റ്ലി നിങ്ങൾ സെൽഫായിട്ട് കൂടുതൽ കണക്ട് ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില വിഷ് ഫുൾഫിൽമെന്റ് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ഇമ്പോസിബിൾ ആയിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ, ഓക്കെ, അത് മേ ബി നിങ്ങൾ ചിന്തിച്ചു പോലും ഉണ്ടാവില്ല, അത് നിങ്ങൾ അങ്ങനത്തെ ഒരു മാറ്റം നിങ്ങളിലും കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളുടെ ഒരു ആഗ്രഹ സാഫല്യം പോലത്തെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫിന് അറിയാം എക്സാക്ട്ലി നിങ്ങൾ എവിടെ എത്തണം, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, എന്തിലേക്കാണ് നിങ്ങൾ വരേണ്ടത് എന്നുള്ളത്. സോ അതിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇത് നിങ്ങൾ റൈറ്റ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.